കുറെ ആളുകൾക്ക് മദീനയിലെ തൂണ് പോലും പരിചയമായിപ്പോയി. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സ്തുതി. അറിയണല്ലോ, കാരണം ഒരു തൂണിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ തൂണിന്റെ അടുക്കൽ നിസ്കരിക്കുന്നതിന്റെ ഫള് എന്റെ സമുദായം അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ നറുക്കിട്ടെടുത്തിട്ടെങ്കിലും അവിടെ നിസ്കരിക്കുമായിരുന്നു. ആ തൂൺ അറിയണ്ടേ? ഇത്ര കാശും പണം മുടക്കി അവിടെ പോകുമ്പോൾ. അതൊക്കെ മദീനയിലേക്കുള്ള പാത വഴി മലയാളികൾക്കിടയിൽ പ്രചാരം നേടാൻ തൗഫീഖ് ചെയ്ത അല്ലാഹുവേ എത്ര സ്തുതിക്കണം. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക. വേറെ ഒരു തൂണ് തൗബയുടെ തൂണാണ്, ഉസ്തുവാനത്തു തൗബ. തൗബ എന്ന് പേര് കിട്ടാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹാബിയെ യഹൂദികളുടെ അടുക്കലേക്ക് ഒരു വിഷയം പറയാൻ വേണ്ടി പറഞ്ഞയച്ച് ആ സഹാബി അവിടെ പോയപ്പോൾ ഒരു ആംഗ്യം കാണിച്ചു. ഇത് നിങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ സംഭവിക്കാന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങളെ കഥ കഴിക്കുന്നുള്ള മട്ടിൽ എന്തോ ഒരു ആംഗ്യം കാണിച്ചു ഈ സഹാബി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ അടുക്കന്ന് ഒരു രഹസ്യം എത്തിച്ച പോലെ കരുതപ്പെട്ട് വലിയൊരു തെറ്റ് ചെയ്ത ആളായിട്ട് ഈ സഹാബി മാറി. ആ സഹാബി നേരെ വന്നിട്ട് സ്വന്തം ഭാര്യയെ വിളിച്ചിട്ട് തൂണുമ്മ കെട്ടിടാൻ പറഞ്ഞു. എന്നെ ഈ തൂണുമ്മ കെട്ടണം, ഇനി എനിക്ക് പൊറുക്കലിനെ കിട്ടിയല്ലാതെ എന്നെ ഇവിടെ നിന്ന് അഴിക്കരുത് എന്ന് പറഞ്ഞു. മദീനയിലെ തൂണിൽ കെട്ടി. റസൂലുള്ളാഹി വിവരറിഞ്ഞപ്പോൾ പറഞ്ഞു, കെട്ടുന്നതിന് മുമ്പ് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തടയായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ ഒന്നും ഭക്ഷണമില്ല, ഒന്നുമില്ല. തൂണുമ്മ ബന്ധിച്ചിട്ട് അവിടെ കിടന്നു. ദിവസങ്ങൾ, രാത്രികൾ. നിസ്കരിക്കാൻ വേണ്ടി മാത്രം അഴിക്കും, നിസ്കരിക്കും, വീണ്ടും തൂണുമ്മ കെട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സഹാബിയെ കണ്ട് വിഷമിച്ച് മടങ്ങും. ഒരു ദിവസം പുലരാൻ നേരത്ത് പുണ്യ റസൂലിന്റെ ഒരു പത്നി വീട്ടിന്റെ മുറിയുടെ പുറത്തിറങ്ങിയിട്ട് വിളിച്ചു പറഞ്ഞു, അങ്ങയുടെ തൗബ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ റസൂലിന്റെ നെറ്റിത്തടത്തിൽ വഹയിന്റെ മുത്തുമണി തിളങ്ങുകയും ആ സഹാബിക്ക് തൗബ സ്വീകരിക്കപ്പെട്ടതിന്റെ സന്തോഷ വൃത്താന്തവുമായിട്ട് ജിബ്രീൽ പറന്നു വരികയും ചെയ്ത എത്ര സംഭവങ്ങളാണ്. ജബ് മദീനെ മേ പഹുഞ്ചു ഫസാ ഗോഞ്ചുഠി ലോഗോ ഷേദായേ ഖൈറുൽ അനാമാ ഗയാ. മദീനയിലേക്ക് നബിയെ സ്നേഹിക്കുന്നവർ വരുമ്പോ അവിടെ മുഴുവൻ മുഴങ്ങുന്ന ഒരു ശബ്ദമുണ്ട്, ഷേദായേ ഖൈറുൽ അനാമാ ഗയാ. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവരിതാ വന്നണഞ്ഞിരിക്കുന്നു. ആങ്ക് ഖോലി തോ ബാബുസ്സലാമാ ഗയാ. സ്വപ്നം കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കുമ്പോ നബിയെ അങ്ങയുടെ ബാബുസലാമിന്റെ മുമ്പിൽ വന്നണഞ്ഞു നിൽക്കുകയാണ്. അല്ലാഹുവേ ഞങ്ങളെ എത്തിക്കണമേ. ഞാൻ ഓർക്കണം, നല്ലോണം നിസ്കരിക്കണം തോന്നി. റൗളത്തുർ മിൻ റിയാദിൽ ജന്നയിൽ എല്ലാവർക്കും